അങ്ങനെ നമ്മുടെ ബബിത അലീനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി ഇന്ന് ഇവിടെ വലിയ വഴക്കുണ്ടായി ഞാനും അമ്മയും തമ്മിലെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന ചോദിക്കുന്നുണ്ട്, വഴക്കോ എന്ത് വഴക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബബിത പറയുന്നുണ്ട്, അമ്മ പറയാണ് എത്ര വലിയ ആങ്ങളെയും പെങ്ങളെയും ആയാലും കുറേ അകലം പാലിക്കണം എന്ന് പറയുന്നുണ്ട്. ഞാൻ ആ സമയത്ത് ചോദിച്ചു, അമ്മ കൊള്ളപ്പള്ളിയിലുള്ള ആങ്ങളമാരോട് എത്രമാത്രം അകലം പാലിക്കുന്നുണ്ട് എന്ന് എൻ്റെ അളവ് എനിക്ക് പറഞ്ഞു തന്നാൽ ഞാനും രോഹിയേട്ടനും തമ്മിൽ അത്രത്തോളം അകലം പാലിച്ചോളാം പറഞ്ഞു. ആ സമയത്താണെങ്കിലും അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് ദേ പന്നത്തരം എന്ന് പറഞ്ഞിട്ട് എന്നെ മേക്കെട്ട് കയറി എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് എനിക്കും ദേഷ്യം വന്നിട്ട് ഞാൻ അമ്മോട് പറഞ്ഞു, ആദ്യം അമ്മയുടെ മനസ്സിലുള്ള ഈ ദുശ്ചിന്തകളൊക്കെ എടുത്ത് കളയണം, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് നാറുമെന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ വൈജയ്ക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഉള്ളിൽ പോയി എന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട്, നിങ്ങളും അച്ഛനും മക്കളും ഇപ്പം എല്ലാവരും ഒരു കൂട്ടല്ലേ, ആ പൂട്ട് എങ്ങനെയെങ്കിലും ഇപ്പം അമ്മയ്ക്ക് പൊളിച്ചിട്ട് മേഡം അവിടെ എങ്ങനെയെങ്കിലും വിജയം ഉറപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഓരോന്നും പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇനിയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഒരിക്കലും നിങ്ങളുടെ കൂട്ടുകെട്ട് ഒഴിവാക്കരുത്, നിങ്ങൾ എപ്പോഴും ഒന്നായിട്ട് ഇരിക്കണം എന്ന് പറയുന്നുണ്ട് നമ്മുടെ അലീന. എന്തായാലും പിന്നെ കാണിക്കണത് നമ്മുടെ രോഹിത്ത് ബബിതയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ നീ അമ്മോട് പറഞ്ഞത് അമ്മയ്ക്ക് നല്ല വിഷമമായിരുന്നു, നമ്മളും ഇങ്ങനെ അമ്മോട് വഴക്കിടാൻ പോയാൽ നമ്മളും അമ്മയും തമ്മിൽ എന്താ വ്യത്യാസം ഉണ്ടാവുക, അതുകൊണ്ട് നീ ഇപ്പം തൽക്കാലം ഒന്നും മുണ്ടരുത്, വെറുതെ എന്തിനാ മനസ്സമാധാനം കളയണമെന്ന് പറയുന്നത് നമ്മുടെ രോഹിത്ത് ബബിതയോട്. തൽക്കാലം അമ്മ പറഞ്ഞതൊക്കെ അനുസരിക്കുക എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ബബിതയാണെങ്കിലും സമ്മതിക്കുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.